ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി. ചേറ്റൂർ ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആര്? ഹാർഡിഞ്ച് പ്രഭു. വിദേശ ശക്തികൾക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം. മലബാർ ലഹള നടന്ന വർഷം 1921. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? മൗലാന അബ്ദുൽ കലാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭു. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കമായത്? ബംഗാൾ വിഭജനം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് പറഞ്ഞത് ആര്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം വാഗൺ ട്രാജഡി. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷം എന്നായിരുന്നു? 1930 ജനുവരി 26. പ്ലാസി യുദ്ധസമയത്ത് ബംഗാൾ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗള. ദണ്ഡി യാത്രയെ അന്നത്തെ വൈസ്രോയിയായ ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എങ്ങനെ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ദണ്ഡി യാത്രയെ രാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആര്? മോത്തിലാൽ നെഹ്റു. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം. ഇത് പറഞ്ഞതാര്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗമെത്തിയ വിദേശ ശക്തികൾ? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ വിദേശ ശക്തികൾ? ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ നിന്നും അവസാനം പോയ വിദേശ ശക്തികൾ? ഡച്ചുകാർ.